Good morning, friends. ഇപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ. ഓക്കെ, നമ്മൾ നേരത്തെ കോഴ്സസ് പറഞ്ഞു, പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, റീസൺസ് പറഞ്ഞു. ഇനി നമ്മൾ ഡിപ്രീസിയേഷൻ, ഞാൻ പറഞ്ഞു ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്യാൻ ഓരോരോ ഡിഫറെൻറ്റ് മെത്തേഡിലാണ്. ആ മെത്തേഡ്സാണിത്. ഒരു 8 മെത്തേഡ് ഉണ്ട്. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡ്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ, പേര് പോലെ തന്നെ ഒരു ഫിക്സഡ് റേറ്റ്, ഇൻസ്റ്റാൾമെൻറ്റ് പോലെ ഫിക്സഡ് ആയിരിക്കും. ആ റേറ്റ്, ഡിപ്രീസിയേഷൻ്റെ റേറ്റ് ഫിക്സഡ് ആയിട്ടായിരിക്കും അതിൽ ചാർജ് ചെയ്യാം. ഓക്കെ, ദിസ് മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് This method is also called equal installment method or straight line method. Under this method, a fixed and equal amount is charged as depreciation every year during the lifetime of an asset. Okay, അതായത് ഒരു അസറ്റിൻ്റെ മേലെ ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും ചാർജ് ചെയ്യുക. അതായത് എന്താ പറയുക, എവറി ഇയർ ഡ്യൂറിങ്, ഓരോ ഇയറിലും അല്ലെങ്കിൽ ഡ്യൂറിങ് എല്ലാ വർഷവും ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും അസറ്റിൻ്റെ മേലെ ചാർജ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ്, അതിൻ്റെ ആക്ച്വൽ കോസ്റ്റിന്ന് മൈനസ് അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്യുക. ആക്ച്വൽ കോസ്റ്റ്, ഒറിജിനൽ കോസ്റ്റ് ഏതാണോ അതിന് സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്യുക, then divided by life of the asset in number of year. അത് നമ്പർ ഓഫ് ഇയർ എത്രയാണോ അത് തരും. അപ്പോൾ ഒറിജിനൽ കോസ്റ്റിന്ന് സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്യുക, ദെൻ ഡിവൈഡഡ് ബൈ എന്ന നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക അണ്ടർ ഇതിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് റേറ്റ് ആയിരിക്കും എല്ലാ വർഷവും ഉണ്ടാവുക, അതിന് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. രണ്ടാമത് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ മെത്തേഡാണ് രണ്ടാമത്തേന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസ് ഉണ്ട് നിങ്ങളുടെ ബുക്സിൽ. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങളത് ചെയ്ത് നോക്കുക. ഓക്കെ, രണ്ടാമത്തത് ഇതിൻ്റെ തിയറിയാണ് നമ്മൾ മെയിനായിട്ട് പഠിച്ച് പോകേണ്ട ഒരു ഇത്. രണ്ടാമത്തെ മെത്തേഡാണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അണ്ടർ ദിസ് മെത്തേഡ് ത്രൂ ദ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഫിക്സഡ്, ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് അസറ്റ്. അതായത് ഡിപ്രീസിയേഷൻ റേറ്റ് എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. കാൽക്കുലേറ്റ് ചെയ്ത അസറ്റിൻ്റെ വാല്യൂൻ്റെ മുകളിൽ അസറ്റിൻ്റെ റിട്ടേൺ ഡൗണിൻ്റെ വാല്യൂൻ്റെ മുകളിലായിരിക്കും ഒരു ഫിക്സഡ് ഡിപ്രീസിയേഷൻ റേറ്റ് ഉണ്ടാവും. അത് വെച്ചിട്ടായിരിക്കും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് പ്രീവിയസ് ഇയർ, മുന്നത്തെ വർഷത്തെ അസറ്റിൻ്റെ വാല്യൂ ഉണ്ടാവും. അതാണ് അസറ്റിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ. പ്രീവിയസ് ഇയറിലെ അസറ്റിൻ്റെ വാല്യൂവിൻ്റെ മുകളിലായിരിക്കും ഒരു ഡിപ്രീസിയേഷന് ഒരു ഫിക്സഡ് റേറ്റ് ഉണ്ടായിരിക്കും. ആ ഫിക്സഡ് റേറ്റ് പ്രീവിയസ് ഇയർ അസറ്റിൻ്റെ വാല്യൂവിൻ്റെ മുകളിലായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിൽ ഡിമിനിഷിംഗ് വാല്യൂ മെത്തേഡിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് അസറ്റിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് അസറ്റ് ഉണ്ടായിരിക്കും, അതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. മൂന്നാമത്തെ മെത്തേഡാണ് ആന്യൂറ്റി മെത്തേഡ്. ആന്യൂറ്റി മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അസറ്റ് ഈസ് കൺസിഡർ ആസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അസറ്റിനെ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ആ ഫിക്സഡ് അസറ്റ് വാങ്ങാനുണ്ടായിട്ടുള്ള ചാർജ് നമുക്ക് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ബിസിനസ് ആംഗിളിൽ നോക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കൺസിഡർ ചെയ്യുന്ന ഡിപ്രീസിയേഷനാണ്. ഇത് നമുക്ക് അങ്ങനെ പ്രോബ്ലം കുറവായിരിക്കും. ഇത് രണ്ടുമായിരിക്കും പ്രോബ്ലം ചാൻസ് ഉണ്ടാവുക. ഓക്കെ, അതിനാണ് നമ്മൾ ആന്യൂറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് അസറ്റ് ഈസ് കൺസിഡർ ആസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അസറ്റിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ അസറ്റ് ഇൻവെസ്റ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക യൂസ് ചെയ്ത എമൗണ്ട്
നമുക്ക് അനദർ വേറെ ബിസിനസ് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് അറിയുന്ന നോക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് ആന്വിറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. നാലാമത് ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ്. അതിൻ്റെ വേറൊരു പേരാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ്. ഓക്കെ, ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡിൻ്റെ വേറൊരു പേരാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ്. ഓക്കെ, ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ് അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്രീസിയേഷൻ എമൗണ്ട്, അതായത് നമ്മൾ എന്താ ചെയ്യുക, സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് നമുക്കിപ്പം റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഉണ്ട്. ഡിബഞ്ചർ റിഡംഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഒരു പ്രോഫിറ്റിൻ്റെ ഒരു സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് നമ്മൾ ബിസിനസ്സിൽ മാറ്റിവെക്കും അല്ലേ? അത് എന്തിനു വേണ്ടിയിട്ടാണ്? റെഡീം ദ ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബിസിനസ്സിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് നമ്മൾ നീക്കി വെക്കുന്നു. അപ്പോൾ അങ്ങനെ നീക്കി വെക്കുന്ന എന്താ പറയുക, പ്രോഫിറ്റിനെ നമ്മൾ എന്താണ് സെയിലബിൾ സെക്യൂരിറ്റിയിലാണ് നമ്മൾ റെഡിലി സെയിലബിൾ സെക്യൂരിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെ? ഈസിലി നമുക്ക് എന്താ പറയുക ക്യാഷ് ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന റെഡിലി സെയിലബിൾ സെക്യൂരിറ്റീസിലായിരിക്കും നമ്മൾ ആ എമൗണ്ട് എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന ചാർജിനാണ് ഇത് നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു റിഡംഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് ബിസിനസ്സിലെ പ്രോഫിറ്റ് നിന്ന് മാറ്റി വയ്ക്കുന്നു. അത് നമ്മൾ റെഡിലി സെയിലബിൾ സെക്യൂരിറ്റീസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ദെൻ അഞ്ചാമത്തത് ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. ഇൻഷുറൻസ് പോളിസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ സിങ്കിങ് ഫണ്ട് മെത്തേഡിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവാണ്. ഓക്കെ, അതായത് ഇത് പഠിച്ച അതിൻ്റെ ഓൾട്ടർനേറ്റീവാണ് സിങ്കിങ് പോളിസി മെത്തേഡ്. അതായത് സിങ്കിങ് ഫണ്ട് പോളിസി മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന ഫണ്ടിനെ നമ്മൾ റീസെയിലബിൾ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അങ്ങനെ മാറ്റി വയ്ക്കുന്ന ഫണ്ടിനെ നമ്മൾ ഇൻഷുറൻസ് പോളിസി ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ, നമ്മളൊരു ഇൻഷുറൻസ് പോളിസി ആയിട്ട് അത് പർച്ചേസ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമ്മളെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അതാണ് ഇൻഷുറൻസ് പോളിസി മെത്തേഡിൽ വരുന്നത്. ദെൻ ആറാമത്തതാണ് റീവാലുവേഷൻ മെത്തേഡ്. റീവാലുവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റ് ഈസ് റീവാല്യൂഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. ഓക്കെ, അതായത് നമ്മൾ അസറ്റ് റീവാലുവേഷൻ മെത്തേഡിൽ അസറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസറ്റിനെ റീവാല്യൂ ചെയ്യും. എപ്പം? അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ, ഒരു വർഷത്തിൻ്റെ അവസാനം നമ്മൾ അസറ്റിനെ റീവാല്യൂ ചെയ്യും. അപ്പോൾ അങ്ങനെ റീവാല്യൂ ചെയ്യുന്ന സമയത്ത് അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസും നമ്മൾ റീവാല്യൂ ചെയ്യുന്ന എൻഡ് ഓഫ് ദ ഇയറിൽ അസറ്റിൻ്റെ വാല്യൂ റേറ്റും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് വരുന്ന കമ്പയർ ചെയ്യുന്നു. അതിനാണ് നമ്മൾ റീവാലുവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിപ്ലീഷൻ മെത്തേഡ്. ഡിപ്ലീഷൻ മെത്തേഡ് എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഡിപ്ലീഷൻ എന്തിൻ്റെ മുകളിലാണ് ഡിപ്ലീഷൻ ഉണ്ടാവുക? വേസ്റ്റിംഗ് അസറ്റിൻ്റെ മുകളിൽ, അതായത് നാച്ചുറൽ റിസോഴ്സസിൻ്റെ മുകളിൽ അതിൻ്റെ യൂസേജിൽ വരുന്ന ഡിപ്രീസിയേഷനാണ് ഡിപ്രീസിയേഷൻ മെത്തേഡിൽ ചാർജ് ചെയ്യുന്നത്. എട്ടാമത്തത് മെഷീൻ അവർ റേറ്റ് മെത്തേഡ്. മെഷീൻ അവർ റേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിപ്രീസിയേഷൻ ഈസ് അസർട്ടൈൻഡ് ബൈ മൾട്ടിപ്ലൈങ് ദ ഹവർലി റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ബൈ ദ നമ്പർ ഓഫ് ഹവേഴ്സ് ദാറ്റ് ദ മെഷീൻ ആക്ച്വലി റൺസ് ഇൻ എ ഇയർ. അതായത് മെഷീൻ അവർ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക എങ്ങനെയായിരിക്കും? ഹവർലി ബേസ്ഡിലായിരിക്കും. അതായത് ഒരു മെഷീൻ യൂസ് ചെയ്യുന്ന അതിൻ്റെ ഓരോ ഹവേഴ്സിലും അതിൻ്റെ കണ്ടീഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ യൂസേജ് നോക്കിയിട്ടായിരിക്കും മെഷീൻ അവർ റേറ്റ്. ഓക്കെ, ആ പേര് പോലെ തന്നെ അവർലി അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നാണ് അസർട്ടൈൻ ചെയ്യുന്നത്. ഡിപ്രീസിയേഷൻ ബൈ ദ നമ്പർ ഓഫ് ഹവേഴ്സ് ദാറ്റ് ദ മെഷീൻ ആക്ച്വലി റൺസ് ഇൻ ഇയർ. ഒരു വർഷത്തിൽ എത്ര നമ്പർ ഓഫ് അവേഴ്സിൽ ആ മെഷീൻ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെഷീൻ അവർ റേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, മെത്തേഡ്സ് ഓഫ് പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ടാവും ഡിപ്രീസിയേഷനായിട്ട്. അത് നമ്മൾ എന്താ പറയുക, ഫിക്സഡ് ആയിട്ട് തന്നെ ഓരോ ഇയറിലും ചാർജ് ചെയ്തിട്ട് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫോർമാറ്റാണ് ഇത്. ഡിപ്രീസിയേഷൻ കാണാനുള്ള ഒറിജിനൽ കോസ്റ്റ് നിന്ന് സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്തിട്ട് അതിൻ്റെ നമ്പർ ഓഫ് ഇയർ, എത്ര വർഷത്തേക്കാണോ അത് ഉപയോഗിച്ചത്, അത് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ കാണുന്നത്.
ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അസറ്റിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് അസറ്റിൻ്റെ മുകളിൽ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് അല്ലെങ്കിൽ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുന്നു. അതായത് ഒരു ഡിപ്രീസിയേഷൻ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ടാവും. ഒരു 10 ആണെന്ന് വെച്ചാൽ 10. അത് നമ്മൾ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക വെച്ചാൽ അസറ്റിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ, അതായത് പ്രീവിയസ് ഇയർ അസറ്റിൻ്റെ വാല്യൂ എത്രയായിരുന്നോ ആ അസറ്റിൻ്റെ മുകളിലായിരിക്കും നമ്മൾ ഈ ഫിക്സഡ് റേറ്റ് വെച്ചിട്ട് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തത്. മൂന്നാമത്തത് ആന്വിറ്റി മെത്തേഡ്. ആന്വിറ്റി മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് അസറ്റിനെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. അപ്പം ആ അസറ്റ് പർച്ചേസ് ചെയ്യാൻ എടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ബിസിനസ്സിൽ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്താൽ പറ്റുമോ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ വരുന്ന നഷ്ടത്തിനെയാണ് നമ്മൾ ആന്വിറ്റി മെത്തേഡിൽ കൺസിഡർ ചെയ്യുന്നത്. ഞാൻ ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ് അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് മെത്തേഡ്, അടുത്ത മെത്തേഡ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് ഒരു സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും, മാറ്റിവെക്കും. അപ്പോൾ ആ മാറ്റി വയ്ക്കുന്നത് നമ്മൾ ഇവിടെ എവിടെയാണ് അത് ഇൻവെസ്റ്റ് ചെയ്യുക? റീസെയിലബിൾ സെക്യൂരിറ്റീസിലായിരിക്കും നമ്മൾ ഇതിലെ ഫണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഇൻഷുറൻസ് പോളിസി മെത്തേഡ് അടുത്ത മെത്തേഡാണ്. ഇൻഷുറൻസ് പോളിസി മെത്തേഡ് എന്ന് ഇതിന് സിങ്കിങ് ഫണ്ട് മെത്തേഡിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവാണ്. അതായത് എന്താണ്, ഇതിലും നമ്മളൊരു ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് മാറ്റി വയ്ക്കുന്നു എന്തിന്, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ മാറ്റി വയ്ക്കുന്ന ആ ഫണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ റീസെയിലബിൾ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിൻ്റെ പേര് പോലെ തന്നെ നമ്മൾ ഇൻഷുറൻസ് പോളിസിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക ആ ഫണ്ട് ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പോൾ അതെന്താ, ഒരു ഇൻഷുറൻസ് പോളിസി ഒരു നിശ്ചിത പീരീഡിലേക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത്. ആറാമത്തത് റീവാലുവേഷൻ മെത്തേഡ്. റീവാലുവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അസറ്റിൻ്റെ മുകളിലായിരിക്കുമല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അസറ്റിനെ റീവാല്യൂ ചെയ്യുക അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. നമ്മൾ വർഷത്തിൻ്റെ അവസാനം അസറ്റിനെ റീവാല്യൂ ചെയ്യുന്നു. അപ്പോൾ ആ റീവാല്യൂ ചെയ്ത അസറ്റും നമ്മൾ ഓപ്പണിംഗ് ബാലൻസിൽ നമുക്കുണ്ടായ അസറ്റും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഡിഫറൻസിനെയാണ് റീവാലുവേഷൻ മെത്തേഡ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ ഡിപ്ലീഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വേസ്റ്റിംഗ് അസറ്റിൻ്റെ മുകളിൽ വരുന്ന വേസ്റ്റിംഗ് അസറ്റ്. ഓക്കെ, അതായത് എന്താണ്, നാച്ചുറൽ റിസോഴ്സസ് ആയ അയേണ്, കോയില്, ഓയില്, അതൊക്കെയാണ് വേസ്റ്റിംഗ് അസറ്റ്. അപ്പോൾ അത് നാച്ചുറൽ റിസോഴ്സസ്. അപ്പോൾ അതിൻ്റെ മൈനിങ്ങിൻ്റെ സമയത്ത് വരുന്ന നഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യുന്നതിനാണ് ഡിപ്ലീഷൻ മെത്തേഡിൽ വരുന്നത്. ദെൻ ലാസ്റ്റ് വൺ മെഷീൻ അവർ റേറ്റ്. മെഷീൻ അവർ റേറ്റിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്പർ ഓഫ് അവേഴ്സ് ദാറ്റ് ദ മെഷീൻ ആക്ച്വലി യൂസ്ഡ്. അതായത് മെഷീൻ ആ വർഷത്തിൽ എത്ര ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു മെഷീന് എത്ര നമ്പർ ഓഫ് അവേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് മെഷീൻ അവർ റേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മെത്തേഡ്സ് ഓഫ് പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്താണ് SC ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിൽ നമ്മൾ നോക്കിയത് ഡിപ്രീസിയേഷനാണ്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ റീവാലുവേഷൻ ഓഫ് എൻ ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ദ വാല്യൂ ഓഫ് എൻ ഫിക്സഡ് അസറ്റ്. അസറ്റിൻ്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡിപ്രീസിയേഷൻ്റെ ഉണ്ടാവാനുള്ള കാരണങ്ങൾ നമ്മൾ നോക്കി. കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ എന്തൊക്കെയായിരുന്നു? വിയർ ആൻഡ് ടിയർ, ലാപ്സ് ഓഫ് ടൈം, ഒബ്സോളസൻസ്, ഡിപ്രീസിയേഷൻ. അതായത് എന്തൊക്കെയാണ് അതിൽ? വിയർ ആൻഡ് ടിയർ, കാലപ്പഴക്കം കൊണ്ട് നമുക്ക് വരുന്ന നഷ്ടങ്ങൾ. അതിൻ്റെ സമയത്തിൽ നമുക്കൊരു പീരീഡ് ഓഫ് ടൈമിലായിരിക്കും നമ്മളത് പർച്ചേസ് ഉണ്ടാവുക ഒരു അസറ്റ്. അപ്പോൾ അതിൽ വരുന്ന നഷ്ടങ്ങൾ, ആ ടൈം കഴിഞ്ഞ് പോകുമ്പം വരുന്ന. പിന്നെ ഒബ്സോളസൻസ്, ദെൻ ഡിപ്ലീഷൻ. പിന്നെ നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ നോക്കി. ദെൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിപ്രീസിയേഷൻ. ഓക്കെ, ഒരു ഡിപ്രീസിയേഷനിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കി. എന്തൊക്കെയായിരുന്നു?
കോസ്റ്റ് ഓഫ് ദ അസറ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അസറ്റിൻ്റെ കോസ്റ്റ് നോക്കും. ദെൻ എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ലൈഫ് ഓഫ് അസറ്റ്, നമ്മളിപ്പം മെഷീൻ അവർ റേറ്റ് നോക്കുന്ന പോലെ അതിൻ്റെ അസറ്റിൻ്റെ വർക്കിംഗ് ഹവർ, എസ്റ്റിമേറ്റഡ് എത്ര ഹവർ അത് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കുന്നു. പിന്നെ എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ. ഓക്കെ, എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു, ദെൻ അത് റീസെയിൽ ചെയ്യുന്ന സമയത്ത് അതിൽ വരുന്ന സ്ക്രാപ്പ് വാല്യൂയിൽ വരുന്ന നഷ്ടം അത് നോക്കും. ദെൻ നമ്മൾ ലാസ്റ്റ് പഠിച്ചതാണ് മെത്തേഡ്സ് ഓഫ് പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ. എന്തൊക്കെ മെത്തേഡിലാണ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തത്? 8 മെത്തേഡാണുള്ളത്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ്, ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്, ആന്യൂറ്റി മെത്തേഡ്, ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ് അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് മെത്തേഡ്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും വരിക ക്വസ്റ്റ്യനിൽ, ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡിന് പകരം സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്നായിരിക്കും വരിക. ദെൻ ഇൻഷുറൻസ് പോളിസി മെത്തേഡ്, റീവാലുവേഷൻ മെത്തേഡ്, ഡിപ്ലീഷൻ മെത്തേഡ്, ദെൻ ലാസ്റ്റ് വൺ മെഷീൻ ഹവർ റേറ്റ് മെത്തേഡ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് റേറ്റിൽ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി പഠിച്ചു. ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ് ഓഫ് ദ അസറ്റ് ഇൻ നമ്പർ ഓഫ് ദ ഇയർ. എത്ര വർഷത്തേക്കാണ് അത് പർച്ചേസ് ചെയ്തതെന്ന് വെച്ചാൽ അത് നമ്മൾ ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്തിട്ട് അത് നമ്പർ ഓഫ് ഇയറിൽ ഡിവൈഡ് ചെയ്യുന്നു.